വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഈ ലെബനോനിലേക്ക് എത്തുന്ന ഇറാനിയൻ മഹാൻ എയറിൻ്റെ ഫ്ലൈറ്റുകളിൽ വലിയ തരത്തിലുള്ള ചെക്കിങ്ങുകൾ നടത്തുന്നു എന്നുള്ള ആരോപണം ഈ ലെബനോനിലുടനീളം ഉണ്ടാകുന്നു. ഹിസ്ബുള്ളക്കെതിരെ ലെബനോനിലെ ഔദ്യോഗിക ഗവൺമെൻറ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സമ്മർദ്ദത്താൽ ഈ ഇറാനിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകളിലെ ലഗേജുകൾ പരിശോധിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരിക്കുന്നു. അതായത് ഇറാനിൽ നിന്നും പണവും ആയുധങ്ങളും ഓരോ തവണയും വരുന്നുണ്ട് എന്നുള്ള പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ചെക്കിങ്ങുകൾ നടത്തുന്നതെന്ന് പറയുന്നു. പക്ഷേ ചെക്കിങ്ങുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആഭ്യന്തര മന്ത്രാലയം, ലെബനീസ് ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സമ്മർദ്ദം തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ലെബനോനിൽ അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം നടക്കുന്നുണ്ട്. കാരണം ഇറാൻ പിന്തുണച്ച് യുദ്ധങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഇസ്രായേലിനോട് പടപൊരുതുന്നതിന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ലെബനീസ് ജനതയ്ക്കും ഹിസ്ബുള്ളയ്ക്കും ഒരുപാട് സംഭാവനകൾ അവർ ചെയ്തു എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ ലെബനൻ്റെ ഒരു പരമാധികാരത്തെ മുറുകെ പിടിക്കുന്നതിന് ഇറാൻ്റെ സേവനങ്ങൾ നിസ്തുലമായിരുന്നു എന്നാണ് ഹിസ്ബുള്ളയെ പിന്താങ്ങുന്ന ജനങ്ങൾ പറയുന്നത്. ഇത് ഇസ്രായേലോ അമേരിക്കയോ അല്ല, ഇത് ലെബനോനാണ്. അതുകൊണ്ട് തന്നെ ലെബനോൻ്റെ സോവറിനിറ്റിയെ കടന്ന് കയറുമ്പോൾ ചോദിക്കാനും സഹായിക്കാനും ഇറാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിൽ ഇറാനെ പിന്താങ്ങുന്നവർ കൃത്യമായി ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. വലിയ യുദ്ധങ്ങളിൽ ഇറാൻ്റെ പിന്തുണയോടുകൂടി തങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. അത് ഇറാൻ്റെ പിന്തുണ തന്നെയാണ്. ഇറാനാണ് ആയുധം നൽകിയത്, ഇറാനാണ് പണം നൽകിയത് എന്നൊക്കെ അവർ പറയുന്നു, തുറന്ന് സമ്മതിക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു പിന്തുണ ഒരുപക്ഷെ ഹിസ്ബുള്ളയ്ക്കും ഇറാനും ലെബനോനിൽ ലഭിക്കുന്നു. കാരണം ഇസ്രായേലിനെ തോൽപ്പിച്ചത് ഹിസ്ബുള്ളയുടെ കരങ്ങളാണെന്നും അതിന് ഇറാൻ്റെ പിന്തുണയുണ്ടായെന്നും അത് സോവറിനിറ്റിയെ, ലെബനോൻ്റെ പരമാധികാരത്തെ ആണ് സൂചിപ്പിക്കുന്നതെന്നും പിന്താങ്ങുന്നവർ പറയുന്നു.